സുഹൃത്തെ, നിങ്ങളുടെ ലൈഫിലേക്ക് വലിയ നേട്ടങ്ങൾക്ക് കാരണമാകാൻ പോകുന്ന 4 തീരുമാനങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങളുടെ വയസ്സ് ഇപ്പോൾ എത്രയാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു അറിവുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വലിയ മാറ്റങ്ങൾക്ക് കാരണമാവാൻ ഈ അറിവിന് കഴിയും. ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാൻ പോകുന്ന 4 സിമ്പിൾ ആയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും ഇത്. ട്രസ്റ്റ് മീ, സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ തീരുമാനം, നിങ്ങളിപ്പോൾ എങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിലും ഞാൻ എന്നെ ബഹുമാനിച്ചിരിക്കും എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കും. ഈ ലോകത്തിന്റെ മുന്നിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ കൊടുക്കാൻ കഴിയുന്ന സെൽഫ് റെസ്പെക്റ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളെ ബഹുമാനിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ലോകം നിങ്ങളെ ബഹുമാനിക്കൂ. ഉള്ളിൽ നിന്നാണ് മാറ്റങ്ങൾ ഒരാളിലേക്ക് ആരംഭിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കളങ്കങ്ങളും തെറ്റുകളും നിങ്ങൾ എന്തൊക്കെയോ മറച്ചു വെച്ചുകൊണ്ടൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ പുറത്തേക്കും അത് തന്നെയാണ് നിങ്ങൾ അറിയാതെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഉള്ളിൽ ഒരു മോശം വ്യക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പുറത്ത് ഭയങ്കര മാന്യമായിട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലൈഫിൽ എന്തെങ്കിലും ചില സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മോശം വ്യക്തി പുറത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിന് കാരണമാകുന്ന നിങ്ങളോട് തന്നെ തോന്നേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു കോൺഫിഡൻസ് വരുന്നത് എൻ്റെ ഉള്ളിൽ കളങ്കങ്ങൾ ഇല്ല എന്ന് തോന്നുമ്പോഴും അത്യാവശ്യം ഡിസിപ്ലിനോട് കൂടിയും വേണ്ടതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു റേഞ്ചിലുമാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തോന്നലുമാണ് ആ ഒരു സെൽഫ് എസ്റ്റീമിന്, ആ ഒരു കോൺഫിഡൻസിന് കാരണമാകുന്നത്. നിങ്ങൾ ഈ ഒരു കോമ്പറ്റീഷനും ചാലഞ്ചുകളും റിവഞ്ചുകളൊക്കെ മറ്റുള്ളവരായിട്ട് ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ സർവൈവലിൻ്റെ ഒരു പാർട്ടാണ്. പക്ഷേ എന്തൊക്കെയോ കുറ്റബോധങ്ങളുടെ കൂടെ അറിഞ്ഞുകൊണ്ട് പല തെറ്റുകളും ചെയ്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നിങ്ങളിലേക്ക് പല രീതിയിലുള്ള അടികളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സ്വയം ബഹുമാനിക്കാൻ കഴിയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ പ്രവൃത്തികളിലും സംഭവിക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളോട് തോന്നുന്ന ആ ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടല്ലോ, അത് കൂടിക്കഴിയുമ്പോൾ ഈ ലോകം നിങ്ങളെ ബഹുമാനിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ കഴിയുന്നതും കുറ്റബോധങ്ങൾക്ക് കാരണമാവുന്ന തെറ്റുകൾ ചെയ്യാതിരിക്കാം. ഇതാണ് ഞാനിത് പറയുന്ന കോൺഫിഡൻസിന് കാരണമാവുന്ന സെൽഫ് എസ്റ്റീമുള്ള ഒരു നല്ല ഒരു ക്യാരക്ടറുള്ള വ്യക്തിയായിട്ട് നിങ്ങൾ ജീവിച്ചു പോവുക. രണ്ടാമത്തെ തീരുമാനം, എന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഇമോഷൻസിന്റെ തലത്തിലേക്ക് കൊണ്ടുവരാൻ ഈ നിമിഷം എനിക്ക് സാധിക്കും എന്നുള്ള തീരുമാനമാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി എത്രയേറെ പ്രിപ്പയർ ആയിട്ടോ അതിനെപ്പറ്റി ആലോചിച്ചിട്ടോ കാര്യമില്ല. ഈ നിമിഷം നിങ്ങളിൽ സംഭവിക്കുന്ന ഒരു ഇമോഷൻസ് ഉണ്ട്. ഈ നിമിഷം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഈ നിമിഷം നിങ്ങൾ ആളുകളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. അതായത് ഈ നിമിഷം നിങ്ങൾക്ക് നിങ്ങളെ പറ്റി തന്നെ ആലോചിക്കുമ്പോൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഫെയിലിയർ ഫീലും ഒരു ഫെയിലിയർ ഇമോഷൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളിലേക്ക് എന്ത് മാറ്റമാണോ നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ഏത് ലെവലിൽ ഏത് എനർജിയിൽ നിന്നിട്ടാണോ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടത്, നിങ്ങളുടെ സന്തോഷം ഏത് റേഞ്ചിൽ വേണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ നിങ്ങളിൽ സംഭവിക്കുന്ന നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നിങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന എനർജി സ്റ്റേറ്റ് ആണ്. അത് ഈ നിമിഷം തന്നെ നിങ്ങൾക്ക് മാറ്റാമെന്നുള്ളത് നിങ്ങൾ അറിയാത്ത ഒരു സത്യമായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ മാറ്റത്തെ ഈ നിമിഷം തന്നെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. എൻ്റെ പ്രശ്നങ്ങളൊക്കെ മറന്നിട്ട് എനിക്ക് ഒന്നുകൂടെ എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യണം, അതിപ്പോൾ തന്നെ സാധിക്കും. എനിക്ക് ലൈഫിൽ കുറെ കൂടെ ഹാപ്പി ആവണം, അതിപ്പോൾ തന്നെ സാധിക്കും. നിങ്ങളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചാൽ മതി. വർക്ക് ചെയ്യണം എന്ന് തോന്നുമ്പോൾ അപ്പം തന്നെ ഇറങ്ങി വർക്ക് ചെയ്യുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ടല്ല നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. ഈ നിമിഷത്തിൽ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു പുതിയ എനർജി ഉണ്ടല്ലോ, അതായിരിക്കും നിങ്ങളെ എന്തുമാക്കി തീർക്കുന്നത്. ഈ ഒരു തീരുമാനത്തിന് ഒരാളെ വിന്നറാക്കുന്നതിൽ വലിയ റോളുണ്ട്. ഈ നിമിഷത്തിലേക്ക് ഒരു വിജയിക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഇമോഷണൽ എനർജി ഉണ്ട്, ഒരു വിന്നിങ് എനർജി ഉണ്ട്. അത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള തീരുമാനമാണ് നിങ്ങൾ എടുക്കേണ്ട രണ്ടാമത്തെ തീരുമാനം. മൂന്നാമത്തെ തീരുമാനം, എൻ്റെ ഉയർച്ചയുടെ കാരണക്കാരൻ ഞാൻ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവാണ്. മറ്റുള്ളവർക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കുന്നതിൽ അപ്പോൾ ഒരു റോളും ഇല്ലേ? ഇല്ല. നിങ്ങളുടെ തീരുമാനങ്ങൾ മാത്രമാണ് നിങ്ങളെ എന്തും ആക്കി തീർക്കുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ ഫാമിലിയോ നിങ്ങൾ എത്ര കണ്ട് പുഷ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കില്ല. നിങ്ങളുടെ ഉയർച്ചയുടെ കാരണം നിങ്ങളുടെ ധൈര്യമാണ്, നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്, നിങ്ങളിലേക്ക് വന്ന നല്ല ചിന്തകളാണ്. നിങ്ങളുടെ ലൈഫിന്റെ തന്നെ ഉയർച്ചയ്ക്ക് കാരണമാകാൻ പോകുന്ന കോൺഫിഡൻസിന്റെ ചിന്തകൾ നിങ്ങളിലേക്ക് കൊടുക്കുന്നതിന് പകരം നെഗറ്റീവ് ചിന്തകളും എനിക്കൊന്നും ആവാൻ കഴിയില്ല, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി എന്നുള്ള ചിന്തകളുമാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളിലേക്ക് ഒരു ഉയർച്ച സംഭവിക്കില്ല. എല്ലാ മേഖലയിലും വിജയിച്ചു നിൽക്കുന്ന ഒരു വിന്നറെ നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങളുടെ മനോചിത്രങ്ങളിലേക്ക്, മെന്റൽ ഇമേജുകളിലേക്ക് ഒരു വിന്നറായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ കഴിയണം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിജയിയായിട്ട് കാണാൻ കഴിയുന്ന തരത്തിലുള്ള മെന്റൽ ഇമേജുകളും പോസിറ്റീവ് ചിന്തകളുമാണ് നിങ്ങളൊരു വിജയിയായിട്ട് മാറ്റുന്നത്.
അപ്പോൾ മൂന്നാമത്തെ തീരുമാനം, നിങ്ങളുടെ ഉയർച്ചയുടെ കാരണക്കാരൻ നിങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് കൊടുക്കുന്ന നല്ല ചിന്തകളാണ് മറ്റുള്ളവർക്ക് അവിടെ ചെറിയൊരു വഴികാട്ടിയായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാൻ കഴിയും. അത്ര മാത്രമേ പറ്റൂ. ഏതോ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ എൻ്റെ വിധി എൻ്റെ തീരുമാനങ്ങളാണ്. നാലാമത്തെ തീരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. എന്നിലേക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ലൈഫ് എവിടെ എത്തില്ല. നിങ്ങളിൽ നിന്ന് വരുന്ന ആക്ഷൻസ് ഉണ്ട്. അത് വാക്കുകളായിട്ടായിരിക്കും, പ്രവൃത്തികളായിട്ടായിരിക്കും, ഹാർഡ് വർക്കുകളായിട്ടായിരിക്കും. അതിനുള്ള ഒരു മറുപടി മാത്രമേ ഈ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ പൈസ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. അത് വന്നേ പറ്റൂ. നിങ്ങൾ ആളുകളോട് നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ലോകം നിങ്ങളോട് നല്ല രീതിയിൽ നിൽക്കും, ഉറപ്പാണ്. നിങ്ങളുടെ ചിന്തകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ അത് നിങ്ങളുടെ പ്രവൃത്തികളിലേക്കും വന്നിരിക്കും. അത് നിങ്ങളുടെ ലൈഫിലേക്കും റിഫ്ലക്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് തിരിച്ചു കിട്ടുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ അറിയേണ്ട ഒരു അവയർനെസ് ആണ്. നിങ്ങൾ ഇറങ്ങാൻ പോകുന്ന ഏത് കാര്യത്തിലേക്കും ഈ നിയമം ബാധകമാണ്. നല്ല ഇന്റൻഷനോട് കൂടി നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് ഇറങ്ങി നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വലിയ വിജയം നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയാം. വലിയ വിജയങ്ങൾ നേടാൻ ഈ 4 തീരുമാനങ്ങൾ നിങ്ങൾക്കൊരു വഴികാട്ടിയാവട്ടെ. താങ്ക് യു.